എൻ്റെ പേര് വേലൂർ ചാക്കോ. ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ കുടിക്കലിൽ നിന്ന് സംസാരിക്കുന്നു. ഏതായാലും എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സാറേ, പറഞ്ഞോളൂ. ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പേര് വേലൂർ ചാക്കോ. ആരെങ്കിലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ, എന്നെ പരിചയമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മാത്രവുമല്ല, ഞാൻ ഈ ബാറ്റോട് ചേർന്നിട്ട് ഏകദേശം 15 മാസമായി. വളരെ താല്പര്യത്തോടുകൂടി എപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നതാണ്. ഓക്കെ, എല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ്, നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജഗദീശനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ഏതൊരു പ്രോഗ്രാം ആരംഭിക്കാൻ. ഇന്നത്തെ ഈ KBCയുടെ ഓൺലൈൻ വെബിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. ഒരു നിമിഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒന്നുകൂടി എന്നെ ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് വേലൂർ ചാക്കോ. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 15 മാസമായെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളുടെ ഈ കൺസെപ്റ്റ്, ഈ MLM കൺസെപ്റ്റ് നമ്മളിലേക്ക് തന്ന നമ്മുടെ സാഗർ ജോഷി സാറിനെ ആദ്യം സാറിനോട് സല്യൂട്ട് കൊടുത്തുകൊണ്ട്, മാത്രവുമല്ല നമ്മുടെ മനോജ് സാർ ഈ കേരളത്തിലെ ഈ ബയോട്ടോറിയം കൊണ്ടുവരുവാനും അതിനുവേണ്ടി അക്ഷീണ പരിശ്രമം ചെയ്ത് ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ 10 മാസം കൊണ്ട് കോടിപതിയാകുകയും ആ ഒരു സ്റ്റേജൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നൊക്കെയും നമുക്ക് എന്തുമാത്രം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വളരുവാനും വലുതാകുവാനും അല്ലെങ്കിൽ പ്രവർത്തിപ്പാനുള്ള എല്ലാ സാഹചര്യം കിട്ടിയിരിക്കുകയാണ്. എന്നാൽ അതിന്റെ 1% പോലും നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് എന്നെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നെ തന്നെയാണ് പറയുന്നത്. കാരണം ഒന്നുമില്ലാത്ത സമയത്ത് മനോജ് സാർ ഇത്ര ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുവെങ്കിൽ അതേ ആ മനോജ് സാറിനെ നമ്മൾ റോൾ മോഡലായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാം. ഉറപ്പാണ്. നമ്മുടെ മനസ്സിലൊരു തീരുമാനമെടുത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനുവേണ്ടി ചിന്തിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ ആ പഴയ കാലത്തെ പ്രവർത്തനം നമ്മൾ റോൾ മോഡലായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്കും അതുപോലെ പ്രവർത്തിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിൽ, അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ അത് ആവാഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ വരുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ സുജനൻ സാർ വടകരയാണ്. അദ്ദേഹത്തെയാണ് ഞാൻ പ്രത്യേകമായിട്ട്, കാരണം എൻ്റെ സമയം ഞാൻ സംസാരിച്ച് കളയുന്നില്ല. കാരണം അദ്ദേഹത്തിൽ നിന്നുള്ള വാക്കുകളാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം അദ്ദേഹം ഒരു LIC ബ്രാഞ്ച് മാനേജറായിട്ട് അനേക സ്റ്റാഫിനെ കൺട്രോൾ ചെയ്ത് പ്രവർത്തിച്ച മാന്യ അദ്ദേഹമായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ ബയോട്ടോറിയം എന്ന പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ നമ്മുടെ ചില വ്യക്തികളൊക്കെ മീറ്റ് ചെയ്യുകയും, എന്നാൽ അദ്ദേഹം അതിനെ ഗണ്യമാക്കാതെ പോയതിനു ശേഷം യാദൃശ്യമായിട്ടൊരു വലിയൊരു അപകടം, ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ, കാരണം അതിനൊരു മേജർ സർജറി ഒക്കെ വേണ്ടി വരും, സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ നിന്ന് നടക്കുവാനോ എടുക്കുവാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം, അതുപോലും ഡോക്ടേഴ്സ് അഷുറൻസ് കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ ഈ ബയോട്ടോറിയം എന്ന കൺസെപ്റ്റ് പെട്ടെന്ന് ഓർക്കുകയും ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ അദ്ദേഹം ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത്, കാരണം അദ്ദേഹത്തിന് കിട്ടിയ മിറാക്കുലസ് ഒരു എക്സ്പീരിയൻസ്, കാരണം അദ്ദേഹത്തിന് വിജയമാണ്. കാരണം അനേകം ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന സ്ഥാനത്ത് കേവലം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അതിന്റെ ആ ശാരീരികമായിട്ടുള്ള സൗഖ്യം ലഭ്യമായപ്പോൾ അദ്ദേഹം LIC ഒക്കെ ഉപേക്ഷിച്ച് ഈ ബയോട്ടോറിയത്തിൽ 24 hours വർക്ക് ചെയ്യാനായിട്ട് താല്പര്യത്തോടെ വർക്ക് ചെയ്യുകയും ഇന്ന് അനേകരെ ലീഡ് ചെയ്തുകൊണ്ട് ഇതിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന മാന്യ അദ്ദേഹമാണ് നമ്മുടെ സുജനൻ സാർ. സുജനൻ സാറ് വളരെ ഹാൻസം ഫെലോയാണ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ സമയം ഞാൻ കളയുന്നില്ല. ഈ അവസരത്തില് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സുജനൻ സാർ. താങ്ക് യു സർ. താങ്ക് യു.
എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. എന്നെ ചാക്കോ സാർ നന്നായിട്ട് പരിചയപ്പെടുത്തി. ഒരു ഇൻഷുറൻസ് മേഖലയിൽ നിന്ന് സാറിപ്പം പറഞ്ഞ പോലെ ആ ജോലി റിസൈൻ ചെയ്ത് ഈ കമ്പനി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെങ്കില് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ മഹത്തായ ഒരു ഇൻഡസ്ട്രിയിൽ എത്തിപ്പെടാൻ ഭാഗ്യം സിദ്ധിച്ചതില് ഞാൻ നമ്മളെ സാഗർ ജോഷി സാറോടും അതുപോലെ തന്നെ ഇപ്പൊ ചാക്കോ സാർ പറഞ്ഞ പോലെ നമ്മളെ മനോജ് സാറോടും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. കാരണം ഒരു സാലറി ജോബാണ് ഏറ്റവും വലുത് എന്ന് തീരുമാനിച്ചൊരു വ്യക്തി ഒരു പ്രത്യേക സാഹചര്യത്തില് നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു എല്ലാവർക്കും ഏകദേശം എന്റെ ക്ലാസ് മുന്നേ കേട്ട ആൾക്കറിയാം, ഒരു ബൈക്ക് യാത്രയില് ഒരു സർവിക്കൽ ഡിസ്ക് സർജറി ചെയ്യണം എന്ന് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞപ്പോ അതിന് ചെലവാകുന്ന തുകയെ കുറിച്ചായിരുന്നില്ല എനിക്ക് ടെൻഷൻ. കാരണം അത് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ പേ ചെയ്തോളും. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാലുള്ള ഭാവിയിലുള്ള സൈഡ് എഫക്റ്റുകളെ കുറിച്ച് കേട്ടപ്പോ വല്ലാതെ ടെൻഷൻ അടിച്ചു. ആ ഒരു കാര്യത്തില് നമ്മുടെ ഇബയോട്ടോർത്തിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോ എനിക്ക് കിട്ടിയ റിസൾട്ട് അതാണ് ഞാൻ ഈ കമ്പനിയിലേക്ക് വരാനും ആ ജോലി വരെ റിസൈൻ ചെയ്ത് 100% ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതും ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഒരു നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്തത് കൊണ്ട് തന്നെ സെയിൽസ് എന്നുള്ളൊരു വിഷയം എനിക്ക് എന്നും ഒരു താല്പര്യമുള്ള കാര്യം തന്നെയായിരുന്നു. ഞാൻ ഇത് മുമ്പേ സംസാരിച്ചപ്പോഴൊക്കെ സെയിൽസ് ക്ലോസിങ്ങിനെ പറ്റിയും കാര്യങ്ങളെ കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഒരു കടല് പോലെ കിടക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് മേഖല, അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കാലെടുത്ത് വെച്ചവരാണ് നമ്മൾ ഓരോരാളും. പക്ഷെ ആ മേഖലയുടെ അനന്തമായ സാധ്യത മനസ്സിലാക്കാതെ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് സെയിൽ എന്ന ചിന്തയിൽ മാത്രം ഒതുങ്ങിപ്പോയത് കൊണ്ട് നല്ല ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് നടത്താത്ത ഒരുപാട് പേരും നമ്മളെ മുമ്പിലുണ്ട്. അവർക്കും കൂടെ വേണ്ടി നമ്മളെ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ നമുക്ക് വിജയിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണെന്ന്. കാരണം ഈ ഒരു മേഖലയിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം അത് നമ്മൾ സ്വായത്തമാക്കുകയാണെങ്കിൽ നമുക്കും നല്ലൊരു വിജയം കൈവരിക്കാൻ പറ്റും. കാരണം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു സാലറിയുള്ള എന്തെങ്കിലും ഒരു ജോബ് ചെയ്തുകൊണ്ട് അതിന്റെ പാർട്ട് ടൈം ആയിട്ട് ഈ ബയോട്ടോറിയം ചെയ്യണം എന്ന് തീരുമാനിച്ച ആൾക്കാരായിരിക്കും ബഹുഭൂരിപക്ഷ ആൾക്കാരും. കുറെ പേര് ഇതിലൂടെ ഇന്ന് വരെ നേടാത്ത പല കാര്യങ്ങളും നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നവരും ഈ നമ്മളെ കൂട്ടത്തിൽ തന്നെയുണ്ട്. പക്ഷെ അവര് നന്നായിട്ട് കഷ്ടപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, അവർക്ക് അതിനുള്ള ഇൻകം കിട്ടുന്നുണ്ടാവും. പക്ഷെ ഈ പാർട്ട് ടൈം ആയിട്ട് ഈ കമ്പനി കണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് എന്നും എന്താ പറയാ, കുറെ നഷ്ടങ്ങളും അത് അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാനുണ്ടാവുക. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മളിപ്പോ നമ്മളെ കമ്പനിയെ കുറിച്ചും നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചും പ്ലാനിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് ഒരു കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സെയിൽസിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളാണ്. അതിനുശേഷം മാത്രമേ നമ്മൾ പറയാൻ പോകുന്ന പ്രൊഡക്റ്റും കമ്പനിയും ഒക്കെ ഉള്ളൂ. നമ്മൾ ആദ്യം നമ്മൾ കാണുന്ന വ്യക്തിയിൽ ഒരു വിശ്വാസം ജനിപ്പിക്കണം, ട്രസ്റ്റ് വേണം, ട്രസ്റ്റ് ഉണ്ടാക്കണം, ഒരു നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ തുടർന്ന് പറയുന്ന കാര്യങ്ങളും ഒക്കെ അയാള് ശ്രദ്ധിക്കുകയും അതിലേക്ക് അയാൾ വരികയുള്ളൂ. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മൾ അവരോട്
സംസാരിക്കുന്നതും നമ്മളെ ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് അവർ ആദ്യം ശ്രദ്ധിക്കുന്നത്. അവിടെ നമ്മൾ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധത്തോടെ വേണം ഈ കമ്പനിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഒരു പാർട്ട് ടൈം ആയിട്ട് കാണാതെ ഇതിലൂടെ എനിക്ക് എൻ്റെ എല്ലാ ജീവിത സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ പറ്റും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടെ വേണം നമ്മൾ ഈ വർക്കുമായിട്ട് മുന്നോട്ടിറങ്ങേണ്ടത്. അതേപോലെ തന്നെ കമ്പനിയെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും പ്ലാനിനെ കുറിച്ചും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും ഒക്കെ നന്നായി പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനെന്ത് ചെയ്യണം? ഇതിന്റെ ക്ലാസ്സുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. പിന്നീട് ഏതൊരു ജോലിക്ക് പ്രവേശിക്കുമ്പോഴും നമ്മൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ആ ജോലി പ്രവേശിക്കുന്നത്. അത് ഏത് ജോലിയും നമുക്ക് നോക്കാം. ആ രീതിയിൽ നമ്മളെ ടീമിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഓഫീസിൽ വെച്ച് നടത്തുന്ന ഇന്റർവ്യൂ പോലെ ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ വ്യക്തിയെ പഠിക്കണം. ആ വ്യക്തി നമ്മുടെ ടീമിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് മെച്ചം ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരു വ്യക്തിയെ നമ്മൾ ടീമിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ അതിലൂടെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ടന്മാരാണ്. അപ്പോ അതാണ് അടുത്തത്. പിന്നെ പറയുന്നത്, ആയുഷ്കാലം ശമ്പളം വാങ്ങി ജോലി ചെയ്താലും നമുക്ക് ജീവിതത്തിൽ നേടാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു 3-4 വർഷം കൊണ്ട് നേടിത്തരുന്ന ഒരു മേഖലയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നത്. കാരണം അത്രയും അനന്ത സാധ്യതയാണ്. കാരണം നമ്മളിപ്പോ ഒരു ആയുഷ്കാലം, നമ്മളൊരു സർവീസ് കാലം തീർത്തൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താലും ആ ഒരു എമൗണ്ട് കൊണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാനോ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം 100% നേടാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ അത്രയും കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് നേടിത്തരാൻ കഴിയുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തോടെ നമ്മൾ മാറുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാക്കിലും ബോഡി ലാംഗ്വേജിലും വസ്ത്രധാരണത്തിലും അതുപോലെ തന്നെ ഒരു കസ്റ്റമറുടെ മുമ്പിൽ നമ്മൾ ഏത് രീതിയിലാണോ പ്രത്യക്ഷപ്പെടുന്നത് അതിലൂടെ അത് അവർക്ക് വായിച്ചെടുക്കാൻ പറ്റും നമ്മൾ എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത്. അതുപോലെ ഇരിക്കും അവരെ തിരിച്ചുള്ള നമ്മളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്. അതേപോലെ തന്നെ നമ്മളെ ടീമിലുള്ള പ്രായം കുറഞ്ഞവരായിക്കോട്ടെ പ്രായം കൂടിയവരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാർ ആരും ആയിക്കോട്ടെ അവരോടൊക്കെ തന്നെ നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു ബഹുമാനത്തോടെ വേണം പെരുമാറാൻ വേണ്ടിയിട്ട്. ടീമിൽ വന്നത് ചെറിയ ഒരാളാണ്, അല്ലെ 18 വയസ്സുള്ള ഒരാളാണ്, അയാളെ ഞാൻ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല. നമ്മളെ ലീഡേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ കൊണ്ടുവന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവരോടും നല്ല ഒരു ബഹുമാനം നമ്മൾ കാണിക്കണം. എന്താ പറയാ, നമ്മള് ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്. ആ ഒരു കാര്യം ഇതിൽ ശരിക്കും നമുക്ക് വേണം. കാരണം ഇതിൽ ജോയിൻ ചെയ്യുന്ന ഓരോരാളും ഒരു ലീഡർഷിപ്പിലേക്ക് വരാനുള്ള ആളുകളാണ് എന്നുള്ള ഉത്തമ ബോധത്തോടെ വേണം നമ്മൾ നമ്മളെ പ്രവർത്തനം നടത്തേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഒരു സാമ്പത്തിക മേഖലയാണ്. ശരിക്കും നമ്മൾ ഒരു ആള് നമ്മളെ വിശ്വസിച്ചാണ് നമ്മളെ കയ്യിൽ പണം തരുന്നത്. ആ പണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. കാരണം അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കണം. കാരണം ഇത് എന്താ പറയാ, ഒരു പ്രൊഫഷണൽ ജോബാണ്. ഒരു വക്കീല്, ഡോക്ടർ എന്ന് പറയുന്ന പോലെ ഒരു എന്താ പറയാ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു സമൂഹത്തിന് പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കർക്കശമായി കൃത്യനിഷ്ഠതയോടും കൂടി ചെയ്യേണ്ടതും നമുക്ക് അത്യാവശ്യം. ഇത് ഞാനിപ്പോ ബേസിക് ആയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഏതൊരാൾക്കും ബാധകമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് നമ്മളെ വ്യക്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിലൊരു ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ. ഇനി എനിക്ക് പറയാനുള്ളത്, എല്ലാറ്റിനും ഉപരി എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് ജീവിതം മാറ്റണം. ഇങ്ങനെയുള്ള ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ജീവിതം മാറ്റാൻ പറ്റും. 1 മാസം അല്ലെ 2 മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് 1 മാസം 2 മാസം എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഒരു കാര്യം തുടങ്ങാനാണ് ബുദ്ധിമുട്ട്. തുടങ്ങിക്കിട്ടിയാൽ അത് മുന്നോട്ട് പോകാൻ പറ്റും.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം തുടങ്ങണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്ക് പലർക്കും എന്ത് ചെയ്യുന്നത്, ഒരു മുന്നിലുള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് മാറിക്കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങണമല്ലോ. അപ്പൊ നമ്മൾ അലസമായിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ചുറ്റും നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ മടിഞ്ഞിരിക്കുകയാണ് ശരിക്കും ഫുൾ ടൈം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വിജയിക്കുന്ന ഒരാള് അത്രയും സീരിയസ് ആയിട്ട് അയാൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ വിജയിക്കാത്ത ആൾക്ക് ഇഷ്ടംപോലെ സമയം ബാക്കി കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മള് മടിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നത്. അതേപോലെ ആരൊക്കെയോ രക്ഷകരായിട്ട് വരും, നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ പോലെ കാത്തിരിക്കുന്ന സമയം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതൊക്കെ വെറുതെയാണ്. ആരും വരാനില്ല നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മളാണ് ഇറങ്ങേണ്ടത്, നമ്മളാണ് തേടേണ്ടത്. നമ്മൾ ആദ്യം എഴുന്നേറ്റ് നിൽക്കണം, എന്നിട്ട് ചുറ്റും നോക്കണം. എങ്കിലും മാത്രമേ നമ്മൾ അവസരങ്ങൾ കണ്ടെത്തുള്ളൂ. എന്നിട്ട് ആ കിട്ടിയ അവസരത്തിന്ന് നമ്മളെ കഴിവിന്റെ അത്രയും കൊടുത്ത് ഏറ്റവും മികച്ചത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അവിടെ മാത്രമേ നമുക്ക് വിജയങ്ങൾ കണ്ടെത്താൻ പറ്റൂ. ഇവിടെ നമ്മൾ അവസരങ്ങൾ കണ്ടെത്താൻ പോയിട്ട് ചുറ്റും നോക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നാണ് സത്യം. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് എത്താൻ ഒരു വഴിയും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പേടിച്ച് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ വരുന്ന ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. ഒന്ന്, ജഡ്ജ്മെന്റ് ഫിയർ ആണ്. എന്ന് വെച്ചാല് മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തുടങ്ങിയാല് മറ്റുള്ളവരെന്ത് വിചാരിക്കും. അത് ഒരു കൺഫ്യൂഷനുള്ള കാര്യം. കാരണം എന്താണെന്നറിയോ, ഇപ്പോ നമ്മളെ സംബന്ധിച്ചോളം ഒരു വലിയൊരു പ്രശ്നം അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഏത് മേഖല ആയിക്കോട്ടെ, നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് നമ്മൾ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവര് കളിയാക്കോ. കാരണം നിങ്ങളുടെ കണ്ണിലൂടെ മാത്രമേ നിങ്ങളെ സ്വപ്നങ്ങളെ കാണുന്നുള്ളൂ. നിങ്ങളെ സ്വപ്നങ്ങൾക്ക് മറ്റുള്ള ഒരാൾക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. മറ്റുള്ളവരെന്തോ വിചാരിച്ചോട്ടെ. കാരണം നമ്മൾ ജയിച്ചു പോയാലും തോറ്റുപോയാലും നമ്മൾ അവർക്ക് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് തന്നെയാണ് ഉത്തരം പറയേണ്ടി വരിക. കാരണം വെച്ചാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് ഭാവിയിൽ വരിക. അപ്പൊ നമ്മൾ കിട്ടുന്ന സമയം കൃത്യമായിട്ട് ചെലവഴിച്ചില്ലെങ്കിൽ അതൊരു വലിയ പ്രോബ്ലം തന്നെ. മറ്റുള്ളവരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നമുക്ക് ഗുണമായാലും ദോഷമായാലും ഒക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരിക. ആ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്ന വ്യക്തിക്ക് മാത്രമേ വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. മറ്റൊരു പേടിയാണ്, ശരിക്കും ഇതെന്റെ മേഖലയാണോ, ഇതാണോ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത്, ഇത് തന്നെയാണോ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങളിലുള്ള സംശയം ഒരുപാട് പേരെ വട്ടം കറക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം തിരഞ്ഞെടുക്കണോ? ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഇതിനൊറ്റ ഉത്തരേ ഉള്ളൂ. വിശ്വാസത്തോടെ ഒന്നെടുത്ത് പരീക്ഷിക്കുക, പരീക്ഷിച്ച് നോക്കുക. നമുക്ക് ചേരുന്നതാണോ എന്ന് അറിയണമെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ. അതെന്ത് കാര്യമായാലും ജീവിതത്തിൽ എന്തും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ ഒരു കാര്യം തീരുമാനിച്ച് അതങ്ങ് ഏറ്റെടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കുമ്പോഴാണ് അതിന്റെ വിജയവും പരാജയവും ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലാതെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മളെ മനസ്സിലേക്ക് അടുത്ത ചോദ്യം വരും, എന്താണെന്നറിയോ, ഞാൻ പരാജയപ്പെട്ടു പോയാലോ? അത് തീർച്ചയായിട്ടും നമ്മളെ അലട്ടുന്ന അടുത്തൊരു ചോദ്യം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയോ? തീരുമാനം എടുക്കുക, അവന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് സ്വന്തം കഴിവിലുള്ള വിശ്വാസം നിലനിർത്താൻ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുമ്പോഴാണ് നമുക്ക് ഏത് മേഖലയായിക്കോട്ടെ നമ്മൾ എടുത്ത മേഖലയിൽ നമുക്ക് വിജയിച്ചു വരാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം ചോദിച്ചിട്ട് നമ്മളെ തീരുമാനം മാറ്റുന്നത് ശരിയല്ല. കാരണം ഓരോരാൾക്കും അത്രയും അനന്തമായ ചിന്തകളും സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് മറ്റൊരാളല്ല അതിന്റെ ഡിസിഷൻ മേക്കർ ആവേണ്ടത്. നമ്മുടെ മുമ്പിൽ രണ്ട് ചോയ്സ് ഉണ്ട്. അതിപ്പോ ഈ ബയോട്ടോർത്തിലാണെങ്കിലും ഈ ജീവിതത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മളെ മുമ്പിൽ രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ സേഫ് സോണിൽ നിന്നുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ച് പേടിച്ച് പിന്നോട്ട് മാറി നിൽക്കുക. ഈ രണ്ടിലും ഒന്നേ ചെയ്യാവും. കാരണം എന്താണെന്നറിയോ, അല്ലാതെ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തോൽക്കാനുള്ള നമ്മുടെ ശക്തി കൂട്ടണം. തോൽക്കാൻ കുറച്ചുകൂടെ തയ്യാറായി നിൽക്കണം. നമ്മളെല്ലാം പെട്ടെന്ന് ജയിക്കണം, എളുപ്പത്തിൽ ജയിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ ഒരാൾക്കും ജയിക്കാനുള്ള ഒരു
സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത് എന്നുള്ള ചിന്ത പോലുമില്ല. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ തന്നെ ഹിറ്റായി പോകണം. ഇതാണ് നമ്മുടെ ചിന്ത. ഒരു വീഡിയോ ഇട്ടിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് ഹിറ്റാവണം. ഇനി ഒരാഴ്ച കൊണ്ട് ഏറ്റവും നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവണം. നടക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോ അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ ഒരു അഭിനേതാവാണെങ്കിൽ ആദ്യത്തെ ഒരു ചാൻസിൽ തന്നെ ഞാൻ ഏറ്റവും വലിയ നടനായിട്ട് അറിയപ്പെടുന്നു. നോ, ഒരിക്കലും സംഭവിക്കൂല. അതായത് ഒരുപാട് വേദന സഹിച്ചിട്ടാണ് ഓരോ വിജയങ്ങളും ഈ ലോകത്ത് സംഭവിച്ചിട്ടുള്ളത്. അത് തോൽക്കാനുള്ള മനസ്സ് ഉള്ളവർക്ക് മാത്രമേ, അല്ലെ തോൽക്കാൻ തയ്യാറാവുന്ന ഒരു മനസ്സുള്ള ആൾക്ക് മാത്രമേ വിജയത്തിലെത്താൻ കഴിയുള്ളൂ. തോറ്റുപോയാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവും, ശരി തന്നെയാണ്. അത് ഏതൊരു വ്യക്തിയാണെങ്കിലും തോറ്റാൽ വേദന ഉണ്ടാവും. പക്ഷെ അതുണ്ടല്ലോ, അത് ഒരു വിജയം കാണുന്ന സമയത്ത് നമുക്ക് ആ വേദനനെ മറക്കാൻ പറ്റും. പക്ഷേ ഈ തോൽക്കുന്നു ഭയന്നിട്ട് നമ്മൾ പരിശ്രമിക്കാതിരുന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് നമ്മളോട് തന്നെയുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു. ഒരുപാട് കുറ്റബോധങ്ങളായിരിക്കും. എനിക്ക് അങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഈ രീതി ചെയ്യായിരുന്നു, അല്ലെ നമ്മൾ ഈ ഒരു മേഖലയിൽ നിന്ന് നമ്മൾ വിജയിക്കാതെ മറ്റൊരു മേഖല തിരഞ്ഞെടുത്ത് അവിടെ പോയി വർക്ക് ചെയ്ത് കുറെ കഴിയുമ്പോൾ നമുക്കൊരു തോന്നും. എന്താ അറിയോ, അത്രയും നല്ല കമ്പനി ആയിരുന്നു അന്ന്, ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ആളായിരുന്നു, ഇന്ന് അങ്ങനെയായി ഇങ്ങനെയായി, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. കാരണം എന്താ അറിയോ, ഇത്രത്തോളം സേഫായിട്ട് ഇത്രത്തോളം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ഇന്ന് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ല എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇത്രയും റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ്, ഇത്രയും ഒരു കെട്ടുറപ്പുള്ള ഒരു കമ്പനി, ഇത്രയും മനോഹരമായ ഒരു പ്ലാന്, അതേപോലെ തന്നെ നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന നമ്മളെ ഗ്രേറ്റ് മെന്റർ മനോജ് സാറ്, അത് നമുക്ക് എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റൂല. കാരണം ഒരുപക്ഷെ ഈ ബാറ്റോർത്തിൽ ജോയിൻ ചെയ്ത ഒരാൾക്കും ഒരു എതിരഭിപ്രായം ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റൊന്ന് പറയാനില്ലാത്ത ഒരു എന്താ പറയാ ഒരു വ്യക്തിത്വമാണ് നമ്മളെ മനോജ് സാറ്. അദ്ദേഹത്തിന്റെ കീഴിൽ വരാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം ഏത് സമയത്ത് നമ്മൾ വിളിച്ചാലും എന്ത് കാര്യം പറഞ്ഞാലും അതിന് സ്പോട്ടിൽ അതിനുള്ള ഒരു സപ്പോർട്ട് തരുന്ന ഒരു ലീഡർഷിപ്പ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേരുന്നത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ നമുക്ക് ഈ ബാറ്റോരും കുറെ കൂടെ ഒരു എന്താ പറയാ ഒരു സന്തോഷത്തോടെ വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ വരുന്നത്. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇതൊരു വലിയ മേഖലയാണ്. ഇത് നമ്മളെല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇത്രയും റിസൾട്ടുള്ള പ്രൊഡക്റ്റ് ഒരുപക്ഷെ ഇന്ത്യയിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് കമ്പനികൾ, ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ, ആ കമ്പനിയിലൊക്കെ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഓരോരാളും മാറുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മളെ അമൂല്യമായ റിസൾട്ട് നൽകാൻ കഴിയുന്ന പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒരു 4 പ്രൊഡക്റ്റിൽ നിന്ന് 4000 പ്രൊഡക്റ്റിലേക്ക് നമ്മളെ കമ്പനി എന്താ പറയാ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് കാണാതിരിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും സാധ്യതയുള്ള ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം, വളർന്നു വരണം. ശരിക്കും നമ്മൾ കൂടുതൽ എന്താ പറയാ, മനോജ് സാർ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, സീ മോർ പീപ്പിൾ. നമ്മൾ കൂടുതൽ ആളുകളെ കാണുക. അതിൽ നിന്ന് നമുക്ക് 2 രീതിയിൽ നമുക്ക് സെലക്ഷൻ നടത്താം. ഇയാൾക്കൊരു പ്രൊഡക്റ്റ് കൊടുത്ത് അത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. ഒപ്പം നമ്മളെ കൂടെ ഒരു പില്ലേഴ്സ് ആയിട്ട് വരാനുള്ള വ്യക്തികളെ നമ്മൾ സെപ്പറേറ്റ് കണ്ടിട്ട് അവരാണ് ടീമിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതും നമുക്കൊരു താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടതും. ഈ 2 വിഭാഗത്തിനെയും കാണാനുള്ള ശ്രമം നമ്മൾ നടത്തണം. നമ്മൾ പൊതുവെ ഇത്രയും കാലം മീറ്റിങ്ങുകളിലായാലും എവിടെ ആയാലും നമ്മൾ എന്താ പറയാ പ്രൊഡക്റ്റ് മാത്രമായിരുന്നു സംസാരിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബിസിനസ് പ്ലാനും കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ 2 വിഭാഗത്തിനെയും നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് സെയിൽ ചെയ്തതിന്റെ വരുമാനത്തിൽ മാത്രം നമ്മൾ വേറൊരു ജോലി കൂടെ നോക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, ഈ ഒരു മഹത്തായ സംരംഭത്തിൽ എത്തിച്ചേരാൻ ഭാഗ്യം ഉണ്ടായിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അത് മനസ്സിലാക്കി മാക്സിമം കിട്ടുന്ന സമയം
കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മളെ ബിസിനസ് പ്ലാനും അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുക. ഇന്ന് നമ്മൾ ഒരുപക്ഷെ മനോജ് സാറൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് കേരളത്തിലൊരു റിസൾട്ട് പോലും പറഞ്ഞു കൊടുക്കാനില്ലാത്ത ഒരു സമയത്താണ് സാറൊക്കെ ഈ കമ്പനിയിലേക്ക് വന്നത്. ഇന്ന് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കാരണം ഓരോ രോഗത്തിന്റെ കാര്യത്തിലും റിസൾട്ട് വന്നത് നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ എല്ലാ ജില്ലകളിലും പിന്നെ എന്താ പറയുക ഉപജില്ലകളിലും ഒക്കെ നമുക്ക് കമ്പനിയുടെ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഇന്ന് നമുക്ക് ആർക്ക് വേണമെങ്കിലും കമ്പനി വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ എല്ലാത്തിനും ഉപരി ഇതില് ഇന്ന് ഇപ്പൊ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ജോലി ചെയ്ത കാലത്ത് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല ഒരു ടൈം ബോണ്ട് ഇല്ലാതെ ഒരു വിദേശ ട്രിപ്പ്. ജോയിൻ ചെയ്യുന്ന ഏതൊരാൾക്കും 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ അങ്ങനെ ഒരു യാതൊരു സമയബന്ധിതമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാതെ ഏതൊരാൾക്കും ജോയിൻ ചെയ്ത് നന്നായി വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും ഏത് സമയം വേണമെങ്കിലും ബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തായ്ലൻഡ് ട്രിപ്പ് കേട്ടിട്ടില്ല. നിങ്ങൾ എങ്ങനെ വേണമെന്ന് നോക്കി ഒരു കമ്പനിയിലും അങ്ങനെ വെച്ചിട്ടില്ല. പക്ഷെ അത്രത്തോളം നമുക്ക് സപ്പോർട്ട് തരുന്ന ഒരു മാനേജ്മെന്റ്, ഒരു MD, ഇതൊക്കെയുള്ള ഈ ഒരു കമ്പനി നമ്മളെ ഭാഗ്യമാണ്. ഈ കാലഘട്ടത്തില് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ഉത്തമ വിശ്വാസത്തോടെ എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. വിഷ് യു ഓൾ സക്സസ്. ജയ് ഇബയോട്ടോറിയം. താങ്ക് യു സോ മച്ച് സുജനൻ സാർ. ഇന്നത്തെ ടോപ്പിക്ക് ഡയറക്ട് സെല്ലിംഗ് എങ്ങനെ വിജയിക്കാം എന്നുള്ളതായ കാര്യത്തെ കുറിച്ച് അതിന്റെ 1 by 1 ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നു. കാരണം നമ്മുടെ ഈ ബയോട്ടോറിയത്തിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റും, നമ്മൾ എങ്ങനെ റിസ്ക് എടുത്ത് മുന്നോട്ട് നീങ്ങണം, അതോ റിസ്ക് എടുക്കാതെ കംഫോർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഭയം, ഈ ഭയം എന്ന് പറഞ്ഞ് ആക്ച്വലി പരാജയം എന്നുള്ളത് കാരണം തീർച്ചയായിട്ടും വിജയത്തിന്റെ മുന്നോടിയാണ് തീർച്ചയായിട്ടും. പക്ഷെങ്കിൽ പരാജയപ്പെടുമോ അല്ലെങ്കിൽ അവരെന്തു പറയും, അതാണ് അദ്ദേഹം പ്രത്യേകമായി പോയിന്റ് ഔട്ട് ചെയ്തത്. കാരണം അങ്ങനെയുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ പരാജയം വരും. പരാജയത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി നമ്മുടെ മനസ്സിന്റെ ഇടം നമുക്ക് ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പ്രത്യേകമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയത്. മാത്രവുമല്ല, നമ്മൾ ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കണമെങ്കിൽ കാണെങ്കിൽ ഇതിൽ വളരെ സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. തീർച്ചയായിട്ടും ഇതിനോട് കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷം ജോലി ചെയ്താൽ നമുക്ക് ഏൺ ചെയ്യുന്ന വെറും 5 വർഷം കൊണ്ട് നമുക്ക് ഏൺ ചെയ്യാനുള്ള സാഹചര്യവും സന്ദർഭവും മാത്രമല്ല, നമ്മുടെ ഈ ബയോട്ടോറിയത്തിൽ എത്ര നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് പല രീതിയിൽ നമ്മുടെ കമ്പനി, നമ്മുടെ സാഗർ ജോഷി സാർ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ അതിനോടുകൂടി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രം മതി. പ്രവർത്തിച്ചാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ. പ്രവർത്തിക്കാതെ കഴിഞ്ഞാൽ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. കാരണം അത്ര മനോഹരമായ ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മുടെ സുജനൻ സാർ നമ്മളോട് മനസ്സിലാക്കി തന്നത്. തീർച്ചയായിട്ടും നാം ഓരോരുത്തരും അതിനെ വളരെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സജ്ജരായിട്ട് മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു വലിയൊരു സർജറിക്ക് സാഹചര്യം ഉണ്ടായ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് ഈ ബയോട്ടോറിയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിൽ കൊണ്ടത്. കാരണം അത് ഉപയോഗിച്ചു അദ്ദേഹത്തിന് പൈസ വളരെ ലാഭം മാത്രമല്ല, ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം തരുന്ന ഒരു ഇതാണെന്ന് അദ്ദേഹത്തിന് അന്നേരം മനസ്സിലാക്കി. അങ്ങനെയാണ് സുജനൻ സാർ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു ടീമിനെ സജ്ജമാക്കിക്കൊണ്ട് നമ്മുടെ ഈ ബയോട്ടോറിയത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിനും നമ്മുടെ ജീവിതത്തിൽ ഒരു റോൾ മോഡലായിട്ട് എടുത്ത ഒരു കുറവുമില്ല. കാരണം നമ്മൾ പ്രവർത്തിക്കുന്ന വ്യക്തികളെയാണ് തീർച്ചയായിട്ടും റോൾ മോഡലായിട്ട് എടുക്കേണ്ടത്. നമ്മുടെ മനോജ് സാറ്, അതുപോലെ ഡാനി സാറ്, അതുപോലെ തന്നെ സേവ്യർ സാർ, അങ്ങനെ ഒരു ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരും. പക്ഷെങ്കിൽ നമ്മൾ ഒരു തീരുമാനം സ്വയമായിട്ട് എടുക്കണം. കാരണം ഇന്നെടുക്കാം, നാളെ എടുക്കാം, അല്ലെങ്കിൽ നാളെയായിട്ട് ഒരു പ്രൊക്രാസ്റ്റിനേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ ഇന്ന് തന്നെ തീരുമാനമെടുത്ത് ആ ഫീൽഡിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയം സുനിശ്ചിതമാകത്തുള്ളൂ. ആകയാൽ ഇന്ന് നമ്മുടെ കൺക്ലൂഡിങ് ടോക്കിനായിട്ട് ഏകദേശം സുജനൻ സാർ വളരെ ക്ലോസ് ആയിട്ട് വളരെ ഷോർട്ടായിട്ട് നിർത്തി. ആക്ച്വലി
ഞാൻ വിചാരിച്ചു സുനിൽ സാർ കൂടുതൽ സമയം തന്നെ കൂടുതൽ സംസാരിക്കുന്ന പ്രതീക്ഷിച്ചായിരുന്നു. എനിവേ സോറി, കുഴപ്പമില്ല. നമ്മുടെ മനോജ് സാറിനെ കൺകോഡിംഗ് ടോക്കിനായിട്ട് വളരെ സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് വെൽക്കം സാർ. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചാക്കോ സർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേടുകയാണ്. ഇന്നത്തെ സബ്ജക്റ്റുമായിട്ട് നമ്മുടെ പ്രിയങ്കരനായ സുജൻ സാറ് വടകര സ്വദേശിയാണ്. അദ്ദേഹമാണ് ഇന്ന് സംസാരിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് സെല്ലിങ്ങിൽ പരാജയപ്പെടുന്നത്, എന്തുകൊണ്ട് നമ്മൾ പിറകോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചില ടിപ്സുകളാണ് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇവിടെ സംസാരിച്ചത്. എന്തിനാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? കാരണം അദ്ദേഹം ഒരു ഇൻഷുറൻസ് മേഖലകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിത്വമാണ്. വർഷങ്ങളായിട്ട് മാസം തോറും 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം കിട്ടും. വളരെ സന്തോഷത്തോടെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റുമായിട്ട് ഒരാൾ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തരത്തിൽ കളിയാക്കി വിട്ടൊരു വ്യക്തിത്വമാണ് നമ്മുടെ എല്ലാവരെയും പോലെ തന്നെ സുജനൻ സാർ. പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു അവിചാരിതമായിട്ട്. ആ ആക്സിഡന്റ് സംഭവിച്ചാൽ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഓപ്പറേഷൻ, കഴുത്തിന്റെ ഭാഗത്ത് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ സംസാരശേഷി നഷ്ടപ്പെടും, അല്ലെങ്കിൽ ചലനശേഷി നഷ്ടപ്പെടും, നടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് മാറി മാറി പല ഹോസ്പിറ്റലുകളിലും പോയപ്പോഴും ഇതേ ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യാതെ നിവർത്തിയില്ല എന്ന് മനസ്സിലാക്കി. ആ അവസരത്തിൽ എന്നാൽ നേരത്തെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ഈ നമ്മുടെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നം ഉപയോഗിച്ച് എന്തെങ്കിലും മാറ്റം കിട്ടുമോ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിയുകയും അങ്ങനെ അദ്ദേഹം ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ അങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, 4 ലക്ഷം 5 ലക്ഷം രൂപ പറഞ്ഞ ഓപ്പറേഷൻ വെറും നമ്മുടെ ചെറിയൊരു പ്രൊഡക്റ്റ്, ഒരു സിംഗിൾ പ്രൊഡക്റ്റ്, അന്ന് 8000 രൂപയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു, അന്ന് അത്രേ വരെയുള്ളൂ. ആ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ജീവിതം തിരിച്ചു തന്ന ആ പ്രൊഡക്റ്റിനെ നമ്മൾ ബഹുമാനിക്കും, സ്നേഹിക്കും. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള അല്ലെങ്കിൽ സാക്ഷാൽ ദൈവം തന്നെ ഇറങ്ങി വന്നിരിക്കുന്ന അല്ലെ ശുശ്രൂഷ ചെയ്യുന്ന രീതിയിലേക്ക് ബയോട്ടോറിയത്തിലെ ഉൽപ്പന്നങ്ങൾ മാറിയെന്ന് അദ്ദേഹത്തിനും കുടുംബത്തിനും തോന്നിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ടുകൾ അദ്ദേഹം ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഡോക്ടേഴ്സിന് തന്നെ അത്ഭുതമായിപ്പോയി. പിന്നെയും ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയി ചെക്ക് ചെയ്തു, എല്ലാം നോർമലായി എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുകയും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിനകത്ത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത്. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന പോലെയാണ് ഇവിടെ നമ്മുടെ കമ്പനി ഹെൽത്തും വെൽത്തും കൊടുക്കുന്നത്. ഈ ഹെൽത്തും വെൽത്തും കിട്ടിയാൽ നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാവും നമുക്ക് സ്വാഭാവികം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റേ വശവും കൂടി അദ്ദേഹം നോക്കി. ഹെൽത്തിന്റെ വശം മാത്രമല്ല, വെൽത്തിന്റെ വശവും നോക്കി. ഇത് പ്രൊമോട്ട് ചെയ്താൽ ഇതിലൂടെ രക്ഷപ്പെടാൻ പറ്റുമോ? അങ്ങനെ ഇതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ പഠിച്ച് 2-3 പ്രോഗ്രാംസിലൊക്കെ അദ്ദേഹം വന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഇതൊക്കെ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി നമ്മൾ ചെയ്യുന്ന മേഖല, നമുക്ക് വിചാരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന മേഖലയിലാണ് ഞാൻ, ഇനി അടുത്ത പ്രൊമോഷൻ കിട്ടുമ്പോൾ ഇത്ര ഇൻക്രിമെന്റ് കിട്ടും, അത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത മാനേജറാവും, അടുത്ത സോണൽ മാനേജറാവും, ഇങ്ങനെ കുറെ കാശ് കിട്ടുന്നൊക്കെ കണക്ക് കൂട്ടിയിരിക്കുന്ന ഇല്ലേ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാം അതെല്ലാം ലിമിറ്റഡ് ഇൻകം ആണ്. ഇവിടെ വലിയൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ചുരുങ്ങിയ സമയം കൊണ്ട്. അവിടെ 10-30 വർഷം ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഇവിടെ നമ്മളൊരു 3 വർഷം 4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം ആയിക്കോട്ടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്താൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാൻ ഇതിനകത്തുണ്ടെന്ന് അദ്ദേഹം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഒന്നുകൂടി അദ്ദേഹം കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാവും. അങ്ങനെ അദ്ദേഹം ജോലി റിസൈൻ ചെയ്യാനുണ്ടായത്. ജോലി റിസൈൻ ചെയ്താൽ വീട്ടിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും, വലിയ സ്ഫോടനം ഉണ്ടാവും ഇല്ലേ? വീട്ടുകാരൊക്കെ ഇതിനെ എതിർക്കും. ഭാര്യ പറഞ്ഞ് എന്തിനാ നിങ്ങൾ ജോലി ഡിസൈൻ ചെയ്ത് മറ്റാണ് ലഹളയുണ്ടാവും സ്വാഭാവികമായിട്ടും. അങ്ങനെ കുടുംബ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ച് വൈഫിനെയൊക്കെ ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് ഒതുക്കി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ വരുമാനം ഒരാഴ്ച കൊണ്ട് അദ്ദേഹത്തിന് നേടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. എനിക്കറിയാം അതൊക്കെ. അങ്ങനെ വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഇന്ന് ഏകദേശം ഒരു 30 ലക്ഷം രൂപയിലേക്ക് അടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ഗ്രേറ്റ് ലീഡറായിട്ട് നമ്മുടെ സുജനൻ സാർ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മളൊരു തീരുമാനം എടുക്കണം. ഞാൻ എപ്പോഴും പറയും പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം നിങ്ങൾ വിജയിക്കണം. അല്ലാണ്ട് ഞാനോ സുജനൻ സാറോ ഡാനി സാറോ അല്ലെങ്കിൽ ജോയ് പീറ്റർ സാറോ അല്ലെങ്കിൽ അഭിലാഷ് സാറോ യൂനസോ അല്ലെങ്കിൽ ആര് വന്ന് പറഞ്ഞാലും നമ്മൾ വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം.
ഞാനിത് ചെയ്ത് വിജയിക്കും. അപ്പൊ അങ്ങനെ ഉള്ളിൽ നിന്ന് തീരുമാനം എടുത്തവർക്ക് മാത്രമേ ഇത് വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് വിചാരിക്കാം. എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഇദ്ദേഹം നമ്മുടെ സുജനൻ സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞത്. മനസ്സിലായില്ലേ? ആദ്യം നമുക്ക് ഉണ്ടാകുന്നതാണ് ഭയം എന്ന് പറയുന്നത്. ഈ ഭയമാണ് നമ്മളെ മൊത്തം നശിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ എടുക്കുമ്പോൾ തന്നെ ഇതാണ് അല്ലേ, എനിക്ക് പറ്റുമോ ഇല്ലയോ, ആരെങ്കിലും എൻ്റെ കൂടെ ചേരുമോ, എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ആണ്. നമ്മൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഭയം അങ്ങോട്ട് മാറ്റി നിർത്തുക. ഇത് വെള്ളത്തിൽ മുങ്ങി ചാവുമൊന്നുമില്ലല്ലോ അല്ലെ, നടുക്കടലിലേക്കൊന്നും അല്ലല്ലോ നമ്മൾ ചാടുന്നത്. പിന്നെ എന്തിനാ ഈ ഭയം? നിങ്ങൾ ഒറ്റക്കല്ലല്ലോ. നമ്മൾ ഈ ബിസിനസിന്റെ പ്രത്യേകത, ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും. വേറൊരു ബിസിനസ്സിലും ഇങ്ങനെ സഹായിക്കാനുള്ള ആളുകൾ ഉണ്ടാവില്ല. ഒരാളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ മറ്റുള്ളവർ ശത്രുക്കളായിട്ട് മാറുകയുള്ളൂ, അടുത്തുള്ള ആളുകൾ അല്ലെ. മറ്റുള്ളവർക്ക് പാരയാവും. നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങി അടുത്ത ഹോട്ടലുകാരന് പാരയാണ്. നിങ്ങളൊരു ബേക്കറി തുടങ്ങി അടുത്ത ബേക്കറിക്കാരന് പാരയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുത മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ അതല്ല. ഇവിടെ നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി ആളുകൾ കൂടെയുണ്ട്. അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഫിയർ ആണ് പലതിനെയും നമുക്ക് വിജയത്തിൽ നിന്ന് പുറകോട്ട് നയിക്കുന്ന പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ വീഴും, തളർച്ചയുണ്ടാവും, തകർച്ചയുണ്ടാവും. ആ വീണെടുക്കുന്ന അവിടെ തന്നെ കിടക്കരുത്. അതാണ് പലർക്കും സംഭവിക്കുന്ന. വീണ് പോയാൽ പിന്നെ അവിടെ തീർന്നു. ഞാൻ 10 ആളോട് പറഞ്ഞു, 5 ആളെ വന്നുള്ളൂ. പിന്നെ 5 ആളും ഒന്നും ചെയ്യുന്നില്ല, അവനും ചെയ്യുന്നില്ല, ഇവനും ചെയ്യുന്നില്ല. ഞാൻ 5 പേരോട് പറഞ്ഞു, ആരും വേണ്ടെന്നാ പറഞ്ഞു. കഴിഞ്ഞു, അവിടെ വീണു, തീർന്നു. എന്നാ വല്ല പണിയുണ്ടോ നോക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും പണി അന്വേഷിച്ച് നടക്കുകയാണ് പലരും. അപ്പൊ ആ വീണെടുക്കുന്ന എഴുന്നേൽക്കാനുള്ള ഒരു ആർജവം കാണിക്കണം നമ്മൾ. വീഴുന്നു. ജീവിതം എന്ന് പറഞ്ഞാൽ അതല്ലേ. ജീവിതം എന്ന് പറഞ്ഞാൽ വലിയൊരു പരീക്ഷണശാലയാണ്. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കും ജീവിതത്തിൽ അല്ലേ. ഇത് നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എന്തെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലെ. മനുഷ്യജീവിയുടെ പ്രത്യേകത ഏതാണ്? ബാക്കിയൊരു ജീവി, ഒരു പശു പ്രസവിച്ചാല് പശുവിന്റെ കുട്ടി എന്ത് ചെയ്യും? പശുക്കിടാവ് അപ്പൊ തന്നെ ഓടിച്ചാടി നടക്കും അല്ലെ. ഒരു ആട് പ്രസവിച്ച ആട്ടിൻകുട്ടി എന്ത് ചെയ്യും? അത് ഓടിച്ചാടി നടക്കും ഇല്ലേ. ഒരു കോഴിമുട്ട വിരിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അത് ഓടിച്ചാടി നടക്കും ഇല്ലേ. ഒരു കോഴിമുട്ടയും താറാവ് മുട്ടയും വെച്ചാൽ താറാവ് വിരിഞ്ഞാൽ താറാവ് നേരെ വെള്ളത്തിലേക്ക് പോവും, കോഴിക്കുഞ്ഞുങ്ങൾ നേരെ കരയിലേക്ക് വരും ഇല്ലേ. ഇതൊക്കെ പ്രകൃതി നിയമമാണ്. അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന ആക്ഷൻ. അന്ന് ഒരു മനുഷ്യക്കുട്ടി അല്ലേ, നമുക്കൊരു മക്കളുണ്ടായാൽ ആ കുട്ടി എന്താ ചെയ്യുന്നത്? എഴുന്നേറ്റ് ഓടുന്നുണ്ടോ? ഒറ്റ കിടപ്പാണ്. ആലോചിച്ച് നോക്കണം, വ്യത്യാസം നോക്കണം ഇല്ലേ. അവിടെ കിടന്നെടുക്കുന്ന അങ്ങോട്ടും തിരിയൂല ഇങ്ങോട്ടും തിരിയും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും? കൈകാലുകളെ ചലിപ്പിക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും ഇല്ലേ. ഒന്ന് എഴുന്നേറ്റ് ഇരിക്കണമെങ്കിൽ എത്ര മാസങ്ങൾ എടുക്കും? നടക്കണമെങ്കിൽ എത്ര വർഷങ്ങൾ എടുക്കും? സംസാരിക്കണമെങ്കിൽ എത്ര വർഷങ്ങൾ എടുക്കും ഇല്ലേ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എത്ര വർഷങ്ങൾ എടുക്കും ഇല്ലേ. അപ്പൊ ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് വന്ന ആളുകളാണ്, ശരിയല്ലേ. ഇതെല്ലാം നമ്മുടെ ജീവിത ദശയിൽ കടന്നു വന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അത് മനസ്സിലാക്കുക. അതിലെല്ലാം നമ്മൾ വിജയിച്ചില്ലേ ഇല്ലേ. അതിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. നമ്മള് എല്ലാം സാധിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പഠനരംഗത്തേക്കും അവിടെയും നമ്മളൊക്കെ നന്നായിട്ട് പഠിച്ച് ജയിച്ച ആളുകളാണ്. എവിടെയും നമ്മൾ ഫൈറ്റ് ചെയ്ത് ജയിച്ചിട്ടുണ്ട്. അതുപോലുള്ള ഒരു ഫൈറ്റിംഗ് മൂഡൊന്നും ഇവിടെ വേണ്ട. ഇവിടെ ചെറുതായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതി നമുക്ക്. എന്ത് തളർച്ചയും തകർച്ചയും വന്നാലും, ടീമിൽ ബിസിനസ് ഇല്ലെങ്കിലും പുതിയ ടീമിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള ഒരു ആവേശം നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. ടീം എന്ന് പറഞ്ഞാൽ അതാണ്, ടീമിന്റെ പ്രത്യേകതയാണ്. ബഹുജനം പല വിധമാണ് അല്ലെ. ബഹുജനം പല വിധമാണ്. തേനീച്ച കൂടും പോലെ ഇല്ലേ. ഇങ്ങനെ ശർക്കര ഇട്ട് കൊടുത്താൽ അവിടത്തേക്ക് ഉറുമ്പ് ഇങ്ങനെ ഓടി വരും ഇല്ലേ. ഉറുമ്പൊന്നും വേണ്ട, കുറച്ച് കഴിയുമ്പോൾ അവിടെ ഉറുമ്പും കൂട്ടങ്ങൾ കാണാം, ഉറപ്പല്ലേ. അതുപോലെയാണ് ചില ആളുകൾ ഇങ്ങനെ ഇതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ കേട്ടും ഇങ്ങനെ ഓടി വരും. കഴിഞ്ഞ ദിവസം നമ്മുടെ വിനോദ് സാറ് ക്ലാസ് എടുത്തിട്ടുണ്ട് അല്ലെ. 3 ടൈപ്പ് ആളുകളുണ്ട്. അപ്പോൾ ചില ആൾ ഓടി വന്നിട്ട് ഭയങ്കര സംഭവമായിട്ട് നിൽക്കും, പിന്നെ അതേപോലെ വിട്ടുപോവുകയും ചെയ്യും അല്ലെ. ശർക്കരയെല്ലാം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഉറുമ്പ് പോയ വഴി കാണൂല നമ്മൾ. അതുപോലെയാണ് ചില ആളുകൾ. ഇങ്ങനെ വരുന്നവരുണ്ടാവും, പോകുന്നവരുണ്ടാവും. അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ നമ്മുടെ റൂട്ടിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഒരു നദി ഉത്ഭവിച്ചാൽ അതിന്റെ ലക്ഷ്യസ്ഥാനമുണ്ട്. എന്ത്? ഇത് സമുദ്രത്തിൽ ചെന്ന് പതിക്കുക എന്നുള്ളത് അല്ലെ. അതിന്റെ ഇടയിൽ കുറെ കൈവഴികൾ വരും. ചില കൈവഴികൾ അടഞ്ഞു പോകാറുണ്ട് അല്ലെ. മനുഷ്യനിർമ്മിതമായിട്ട് മണ്ണൊക്കിട്ട് നിവർത്തി കഴിഞ്ഞാൽ അത് അടഞ്ഞു പോകും. എന്നാൽ ഈ നദിയുടെ ലക്ഷ്യം എന്താണ്? ഇത് സമുദ്രത്തിൽ പതിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ലക്ഷ്യത്തോടെ പോകുമ്പോൾ വലിയ പാറക്കൂട്ടങ്ങൾ ഉണ്ടാവും, കരിങ്കൽ കൂട്ടങ്ങൾ ഉണ്ടാവും അല്ലെ. അതിനൊന്നും കാണുമ്പോൾ നദി തിരിച്ച് മലയിലേക്ക് തന്നെ പോയ ചരിത്രമില്ല എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അത് അടിച്ച് തകർത്തുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കരിങ്കൽ പാറകൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും കുറച്ച് ദിവസം കഴിയുമ്പോൾ
ഇല്ലേ? നമ്മൾ കാണുന്നില്ലേ നദിയിലും പുഴയിലൊക്കെ ഇല്ലേ? അങ്ങനെ ആ കരിങ്കൽ കൂട്ടങ്ങളെ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു ആവേശം നമുക്ക് ഉണ്ടായാൽ മതി. വിജയിക്കണം എന്നുള്ളൊരു തീരുമാനം അവിടെ കുറിച്ച് വെച്ചാൽ അതിൽ കോംപ്രമൈസ് പാടില്ല. ഇവിടെ പലരും കോംപ്രമൈസിലേക്ക് പോകുന്നതുകൊണ്ടാണ് വിജയിക്കാത്തത് എന്നുള്ളതാണ്. ഭയം ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരാളെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഈ ടീച്ചറൊക്കെ ഇതും കൊണ്ടൊക്കെ നടക്കുന്ന ഈ വയസ്സാം കാലത്ത് ഇല്ലേ? പെൻഷൻ ഉണ്ടല്ലോ ഇല്ലേ, അല്ലെങ്കിൽ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞ ആള് കളിയാക്കുമ്പോ എന്നാ പിന്നെ ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയല്ല വേണ്ടത്. അവിടെ നമുക്ക് ഉള്ളുന്നൊരു വാശി വരണം. ഈ കളിയാക്കിയവരുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. ഒരു ദിവസം ഇല്ലേ, 1 CR അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞ ആളൊരു ഫോട്ടോ വെച്ച് ഒരു ട്രോഫിയൊക്കെ വെച്ച് നമ്മളെ ഗ്രൂപ്പിലൊക്കെ വെച്ചിട്ട് നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ആ ചടങ്ങ് നിങ്ങളെ സ്വപ്നം കണ്ടിട്ട് പോകാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് വേണമെന്ന് തീരുമാനിച്ചാൽ ഇതെല്ലാം സാധിക്കും. ഒരു സംശയവും വേണ്ട എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അവിടെയാണ് നമുക്കൊരു വാശി. ഇന്നലെ ഞാൻ പറഞ്ഞ കണക്കെ ഒരു വിജയ ലഹരി നിങ്ങളുടെ ഉള്ളിലേക്ക് കയറണം. ഇന്നലെ കോഴിക്കോട് പ്രോഗ്രാം ആയിരുന്നു KBCയുടെ നേതൃത്വത്തിൽ. എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ചൊവ്വാഴ്ച തലശ്ശേരിയിലാണ്, അത് കഴിഞ്ഞ് അടുത്ത ചൊവ്വാഴ്ച വടകരയിലാണ്, പിറ്റത്തെ ചൊവ്വാഴ്ച കണ്ണൂരാണ്. അതിൻ്റെ ഇടയിലും പ്രോഗ്രാംസ് ഓരോ സ്ഥലങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ എറണാകുളത്ത് വിനോദ് സാറിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ ബാനറിലുള്ള പ്രോഗ്രാം വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാം സെന്ററിലേക്ക് എത്തുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ സൂബിലായാലും അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോഗ്രാമിലായാലും ഇന്നലെ രാത്രി നടന്ന BOPകളിലായാലും ഒക്കെ അറിവ് നേടുക. നമുക്ക് എങ്ങനെ വിജയിക്കണം, അറിവ് നേടുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം കൂടെ ഇപ്പോൾ പറയാണ്. അതായത് നമ്മുടെ ലഹരി, ഇപ്പൊ ലഹരിയുടെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. പഴയ കാലത്തെ ലഹരി എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് ലഹരി എന്ന് ഇല്ലേ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല രാവിലെ തന്നെ. അപ്പോ ഇന്നത് മാറി. ഇന്ന് മാറിയിട്ട് ലഹരി ഗുളിക രൂപത്തിലൊക്കെ വന്നിരിക്കുകയാണ്, പൗഡർ രൂപത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായ? അറിയാലോ എല്ലാവർക്കും. അത് നമ്മുടെ സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്ന, നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് ലഹരി ഇവിടെ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് താൽക്കാലികമായിട്ടുള്ള വലിയൊരു ആനന്ദമാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത് കേട്ടോ. ഞാനിതൊന്നും ഉപയോഗിക്കാറുമില്ല. അപ്പോൾ ആരും ഉപയോഗിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ തൽക്കാലത്തേക്കുള്ള വലിയൊരു ആനന്ദം കിട്ടുന്നതാണ് പറയുന്നത് ലഹരി ഉപയോഗിക്കുമ്പോൾ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളെ കളിയാക്കിയവരുടെ മുമ്പിൽ, പുച്ഛിച്ചവരുടെ മുമ്പിൽ അവനൊരു കഴിവില്ലെന്നോ അവനൊക്കെ അങ്ങ് വിട്ടേരുന്നു, അവനൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിലായ എഴുതി തള്ളിയവരുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു വിജയലഹരിയുണ്ട്. വിജയലഹരി മനസ്സിലായ ഞാൻ പറഞ്ഞത്? ഒരു വിജയലഹരി നിങ്ങളിലേക്ക് വരും. ആ വിജയലഹരി നിങ്ങളെ ഹൃദയത്തിൽ, നിങ്ങളുടെ സിരകളിലൂടെ ഇങ്ങനെ വമിക്കുമ്പോൾ ഒരു ആവേശമുണ്ട്. ആ വിജയലഹരിയുടെ ആവേശം ഒരിക്കലും നമ്മളെ തളർത്തില്ല. മനസ്സിലായ? അതിനൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ആ ഒരു വിജയലഹരിയിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാം. അത് സിരകളിലൂടെ ഇങ്ങനെ ത്രസിക്കും. മനസ്സിലായ? വിജയലഹരി അത് അനുഭവിച്ച് ആനന്ദിക്കണം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളിങ്ങനെ വിജയിച്ചു കഴിഞ്ഞാലോ, നമ്മളെ കളിയാക്കിയവർ, കുറ്റപ്പെടുത്തിയവർ, അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല, അവന്റെ കൂടെ നിന്നാ നീ തീരെ രക്ഷപ്പെടില്ല കേട്ടോ, ഇങ്ങനെ പറയുന്ന ആളുകൾ എന്തൊക്കെയുണ്ട്. നീ സുജന സാറിന്റെ കൂടെയാണ്, നീ തീർന്നു കേട്ടാ, രക്ഷപ്പെടില്ല, നീ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നാ നിനക്ക് തേനുണ്ട്, പാലുണ്ട്, നീ ഇപ്പൊ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പ്രകോപിപ്പിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ആളുകളുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ. മനസ്സിലാക്കണം നമ്മള്. മനസ്സിലായില്ലേ? ഇനി അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈ അസൂയക്കാരൻ ഇങ്ങനെ നോക്കും കണ്ണുകൾ കൊണ്ട്. മനസ്സിലായ? അസൂയക്കാരൻ അവന്റെ അസൂയ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അവനെ നമ്മളുണ്ടല്ലോ തിരിച്ചങ്ങോട്ട് നോക്കണം. മനസ്സിലായില്ലേ? പുച്ഛഭാവത്തോട് കൂടിയിട്ട് നീയല്ലേ എന്നെ കളിയാക്കിയത് അല്ലേ, നീയല്ലേ പറഞ്ഞത് എനിക്കൊരു കഴിവില്ലെന്ന്. മനസ്സിലായ? ഇപ്പൊ ഞാനിതാ വിജയിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വിജയലഹരി നിങ്ങളുടെ മനസ്സിലേക്ക് ആവേശം ഉണ്ടാക്കും. ആ വിജയലഹരിയെ കുറിച്ചായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സമയം അതിവിദൂരമല്ല എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ എന്ന് തിരിച്ചറിയാം. എപ്പോഴും അടിച്ചമർത്തപ്പെട്ടവൻ ഒരു സുപ്രഭാതത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് ലോകചരിത്രമാണ്. അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടോ? അത് ഉയർത്തെഴുന്നേറ്റിരിക്കും, ഒരു സംശയം വേണ്ട അല്ലെ. ജീസസിന്റെ കഥ നമുക്കറിയാം ഇല്ലേ? ജീസസിനെ പിടിച്ച് കുരിശിലടച്ചിട്ട് ഇല്ലേ, ആലോചിച്ച് നോക്കണം. 3-ാം ദിവസം അവിടുന്ന് ജീസസ് ഉയർത്തെഴുന്നേറ്റ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഒരു വിജയ ലഹരി നിങ്ങളുടെ മനസ്സിൽ ആവേശം ഉണ്ടാക്കും, അത് ആനന്ദം ഉണ്ടാക്കും, അത് ജീവിതം മുഴുവൻ നിങ്ങൾക്ക് ലഹരി തരുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് പുതിയ ഈ ലഹരി യുഗത്തിൽ നിങ്ങൾക്ക് വിജയലഹരിയെ കുറിച്ച് ചിന്തിക്കാൻ തോന്നട്ടെ, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ സുപ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആര് വിചാരിച്ചാലും ഇല്ലേ, ആനയെ പിടിക്കുന്ന എങ്ങനെയാണ്? വലിയ കുഴി ഉണ്ടാക്കിയിട്ട് കമ്പുകളൊക്കെ വെച്ചിട്ട് ഇല്ലേ അതിലേക്ക് വീഴും. അതുപോലെ നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് കമ്പുകളൊക്കെ വെച്ചിരിക്കുന്നതിൽ ആളുകൾ ഉണ്ടാവും.
ആരെ അതിനകത്ത് അല്ലേ ചെന്ന് ഇപ്പൊ വീഴെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന ആളുകൾ ഒന്നും അടക്കാൻ വേണ്ടി പോകുന്നില്ല. ആര് വിചാരിച്ചാലും നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കുക. തോൽക്കണമെങ്കിൽ ആര് വിചാരിക്കണം അറിയോ? നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ സ്വയം തോക്കണം, എന്നാലേ തോൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ സ്വയം തോൽക്കണം. ഞാൻ തോൽക്കില്ല എന്നുള്ള ഒറ്റ വാശിയോട് കൂടിയിട്ട് ഇത് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകുന്നവർക്കുള്ളതാണ് വിജയം എന്ന് പറയുന്നത്. സക്സസ് ഈസ് യുവേഴ്സ്, ചോയ്സ് ഈസ് യുവേഴ്സ്. അതുകൊണ്ട് വിജയിക്കാൻ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഇത്രേ ഉള്ളൂ. നിങ്ങളെ മനോഭാവം മാറ്റിയാൽ മാത്രം മതി നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ. വേറെ ഒന്നും വേണ്ട. ഇവിടെ ഒരു ദിവസം 1% നിങ്ങൾ മാറ്റം വരുത്തൂ നിങ്ങളുടെ ജീവിതത്തിൽ. 1%. രണ്ടാമത്തെ ദിവസം 2%, മൂന്നാമത്തെ ദിവസം 3% മാറ്റം വരും. 10 ദിവസം കഴിയുമ്പോൾ 10%, 100 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ 100% മാറിയിരിക്കും. അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ചെറിയ 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 മാറ്റങ്ങളിലൂടെ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. ഇന്നലെ വരെ ചെയ്തതങ്ങ് വിട്ടുകള. നിങ്ങൾ ഇന്നലെ വരെ എന്ത് ചെയ്തു അത് വിട്ടുകള, മറന്നേക്ക്. ഇന്ന് തുടങ്ങൂ. മനസ്സിലായില്ല? ടുഡേ ഈസ് മൈ ഡേ, ഇന്ന് എൻ്റെ ദിവസമാണ് എന്നുള്ള ആവേശത്തോടു കൂടിയിട്ട് ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് മുതൽ 1000 ദിവസം മതി അത്ഭുതം സൃഷ്ടിക്കാൻ. ഒരു സംശയം വേണ്ട. 1000 ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞത് കുറച്ച് സ്ലോ ആയിട്ട് പോവാണെങ്കിലും ഇന്ന് മുതൽ 1000 ദിവസം മതി. ഇന്നലെ ചെയ്തൊക്കെ നിങ്ങൾ അങ്ങോട്ട് വിട്ടുകളാ, അതൊക്കെ മായ്ച്ചു കളയും. അല്ലേ? പെൻസിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? പെൻസിൽ പഴയ കാലത്ത് പെൻസിൽ ഉണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് പെൻസിൽ ഉണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഉണ്ടാവും അല്ലേ? നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പെൻസിൽ കൊണ്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. പേനയൊക്കെ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ കിട്ടുള്ളായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ ഈ പെൻസിൽ എന്ത് ചെയ്യാം, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെൻസിലിന്റെ എന്താവും, മൊന ഒടിഞ്ഞു പോകും. അല്ലെ? പെൻസിൽ ഉപയോഗിച്ചവർക്ക് അറിയാം. മൊന ഒടിയുമ്പോൾ നമ്മൾ ആ പെൻസിൽ അങ്ങോട്ട് കളയാണോ? അല്ല, എന്ത് ചെയ്യും? അതൊന്ന് കൂർപ്പിക്കും അല്ലേ? അതിന് കട്ടർ സംവിധാനങ്ങളുണ്ട്. അതുപോലെ നമ്മൾ വീരത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മളും ചിലപ്പോൾ മാനസികമായിട്ടും അതുപോലെ അല്ലാതെ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരും. മനുഷ്യനല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ആ കട്ടർ ഉപയോഗിച്ച് പെൻസിലിന്റെ മുന കൂർപ്പിക്കും പോലെ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമിൽ വന്നുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ മുന കൂർപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. വിജയം ഉറപ്പാണ്. ഇരിക്കാൻ ഒരു കാരണവുമില്ല. നിങ്ങൾ മാത്രം വിചാരിച്ച് തോറ്റാൽ മാത്രമേ തോൽക്കുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് വരുന്ന ആൾക്കെല്ലാം വിജയിക്കാൻ വേണ്ടി വരുന്നത്. വിജയിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഷോ ദ പ്ലാൻ. അതാണ്. നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും വെരിക്കോസിനെ കുറിച്ചും തൈറോയിഡിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് കുറെ തൈറോയിഡ് രോഗികളെ കിട്ടും, നിങ്ങൾക്ക് കുറെ വെരിക്കോസ് രോഗികളെ കിട്ടും. മനസ്സിലായ? അത് പറയണ്ട എന്നല്ല പറയുന്നത്, അത് പറയണം. ഇല്ലേ? നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ്. ശരിയല്ലേ? നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിന്റെ റിസൾട്ടാണ് നിങ്ങളിലേക്ക് വരിക. നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ ഈ പ്രകൃതി നിങ്ങളിലേക്ക് നന്മ ഏതെങ്കിലും രീതിയിൽ എത്തിച്ചിരിക്കും. അത് പ്രകൃതി നിയമമാണ്. അല്പം വൈകിയാൽ പോലും നന്മ നിങ്ങളിലേക്ക് ചൊരിയും ഈ പ്രകൃതി ശക്തി. ഉറപ്പാ. നിങ്ങൾ തിന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമുക്ക് 2 ചാൻസ് ഉണ്ട്. ഒന്ന്, പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വെക്കാം, ഓപ്പർച്യൂണിറ്റി സെയിൽ ചെയ്യാം. നിങ്ങൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അവിടെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ആരൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ അവരിലേക്ക് എന്ത് ചെയ്യും? പണം കൂടുതൽ വരും. വെറും പ്രൊഡക്റ്റ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തൈറോയിഡും മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ കുറെ രോഗികൾക്ക് ആശ്വാസം കിട്ടും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് രോഗികളെ വേണ്ട എന്നല്ല പറയുന്ന അർത്ഥം. ഇവിടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യണം. 5 വർഷം വേണ്ട, 100,000 ദിവസം കൊണ്ട് നമുക്ക് സെറ്റിൽ ആവണം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ഈ ലോകത്ത് ഞാൻ എപ്പോഴും പറയുമ്പോൾ ഒരു പൂമ്പാറ്റയെ പോലെ പറന്ന് നടന്ന് ആസ്വദിക്കണം ജീവിതം. അതിന് പണം തന്നെ വേണം, ആരോഗ്യവും പണവും വേണം. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആരോഗ്യം കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതോടൊപ്പം പണവും കൂടെ നമുക്ക് കുമിഞ്ഞുകൂടും. അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്കെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി കിട്ടുന്നതാണ് നമ്മുടെ നെല്ലിക്ക, ഓറഞ്ചൊക്കെ. അതുപോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എം കൊടുക്കുന്ന കമ്പനിയാണ് ബയോട്ടോറിയം കമ്പനി. വേറൊരു കമ്പനിയിൽ ഇത്ര എം കിട്ടൂല. അല്ലേ? വൈറ്റമിൻ മണി കിട്ടില്ല. ഏറ്റവും ബോട്ടം ലെവലിൽ പോലും 100 രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്കും 6,820 രൂപ കിട്ടും എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരാൾ തകർക്കാൻ വേണ്ടി വന്നാലും അവന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കണം നമുക്ക്. ഇത് തുടങ്ങിയതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ലത്. അല്ലേ? ഒന്നും ആയിട്ടില്ല. സ്റ്റാർട്ടിംഗ് ആണ്. ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ വന്നിട്ടേ ഉള്ളൂ. എന്തൊക്കെ അത്ഭുതങ്ങൾ ഇനി വരാൻ വേണ്ടി പോകുന്നു. എത്ര കോടീശ്വരന്മാരിവിടെ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പോകുന്നു എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. കോടികളൊന്നും ഇവിടെ ഒന്നുമല്ല. ഒരു 2,000-5,000 കോടിയൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇനി ഇപ്പൊ കട്ടക്ക് നിന്നിട്ട് മുൻപിൽ നിൽക്കുന്ന ആളുകൾ 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന്. മനസ്സിലായ? ഇവിടെ 3 ലക്ഷം വന്നപ്പോ 3 കോടി 4 കോടി അല്ലെ, എത്രയോ ആളുകൾ കേരളത്തിൽ കോടീശ്വരന്മാരായി. ആയിരക്കണക്കിന് ആളുകളെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നു. ആകെ 3 ലക്ഷം എൻട്രിയാണ് വന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരള ടീമിലൂടെ വന്നിരിക്കുകയാണ്.
അപ്പൊ ഇന്ത്യയിൽ ഇതിന്റെ വിപ്ലവം വന്നു കഴിഞ്ഞാൽ 500 കോടി 1000 കോടി 2500 കോടിയൊന്നും കിട്ടാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. 2025 മുതൽ 2050 വരെയുള്ള വർഷം ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ കാലഘട്ടമാണ്. അതുകൊണ്ട് ഒരാളും പുറകോട്ട് മാറരുത്. മുൻപന്തിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ടീമിനെ നയിക്കാൻ വേണ്ടി സാധിക്കണം. ഒരു സംശയവും വേണ്ട. 1 കോടി 5 കോടിയൊന്നും അല്ല ഡയറക്ട് സെല്ലിങ്ങിൽ. തിരിച്ചറിയാം, മനസ്സിലായില്ലേ? സ്വന്തം ഫ്ലൈറ്റ് എടുത്ത ആളുകൾ ഇല്ലേ കേരളത്തിൽ തന്നെ ഉണ്ട്. ഏക്കർ കണക്കിന് സ്ഥലങ്ങള്, ദ്വീപുകൾ വാങ്ങിച്ച ആളുകളുണ്ട്. ദ്വീപുകള് സ്വന്തമായിട്ട് വാങ്ങിച്ച ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് വലിയൊരു അവസരം നേടാനുള്ള ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. അതിലെ നമ്പർ 1 കമ്പനിയാണ് നമ്മുടെ ഇബോട്ടോറിയം. അതിലെ നമ്പർ 1 ടീമിന്റെ കൂടെയാണ് നിങ്ങൾ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവും. നിങ്ങളൊരു കാർ ഓടിച്ചിട്ട് പോയാലും റോഡിൽ ബ്ലോക്ക് ഉണ്ടാവാറില്ലേ? ഇല്ലേ? ബ്ലോക്ക് വരുമ്പോൾ തിരിച്ചാരെങ്കിലും വീട്ടിലേക്ക് പോകാറുണ്ടോ? ബ്ലോക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് ക്ഷമയോടെ അവിടെ നിൽക്കണം. എന്നിട്ട് ഇതിലൂടെയാണ് വഴികൾ നോക്കണം, ആ വഴിയിലൂടെ കാറ് തിരിക്കണം, അല്ലേ? എന്ത് വന്നാലും നിങ്ങളുടെ കാറിന് സഞ്ചരിക്കാനുള്ള വഴി അവിടെ തുറന്നു കിട്ടാറില്ലേ? എത്ര ബ്ലോക്ക് വന്നാലും തുറന്നു കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ബ്ലോക്ക് വന്നാലും തളരാതെ ആവേശത്തോടെ മുന്നോട്ട് പോകണം. ആ ബ്ലോക്ക് മാറിയിട്ടും നിങ്ങളുടെ വാഹനത്തിന് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള വഴി തുറന്നു തരും. ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തിപ്പോകാറില്ലേ? അതുപോലെ തന്നെയാണ് ബിസിനസ്സിലും. അതുകൊണ്ട് ഇത് തിരിച്ചറിയാം. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ വഴി. വേറൊന്നുമില്ല. നല്ലൊരു ഫൗണ്ടേഷൻ സ്റ്റോൺ ഉണ്ടാക്കിയാലേ 25 നിലയോ 30 നിലയോ 40 നിലയോ 50 നിലയോ പണിയാൻ പറ്റുള്ളൂ. ആദ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ കുറച്ച് പണിയെടുക്കണം, ഇല്ലേ? കംഫർട്ട് സോൺ പൊട്ടിച്ചങ്ങോട്ട് എറിയണം. വീട്ടുകാർ പറയും, നാട്ടുകാർ പറയും, ബന്ധുക്കൾ പറയും, നിന്നെ കാണാനില്ലല്ലോ, എവിടെയാ നീ, എന്താണ് ഭയങ്കര തിരക്കാണല്ലോ, നിന്നെ ഇനിയിപ്പോ പള്ളിയിലും കാണുന്നില്ല, അമ്പലത്തിലും കാണുന്നില്ല, കല്യാണ സ്ഥലത്തും കാണുന്നില്ല എന്നൊക്കെ പറയും. അതൊക്കെ പറഞ്ഞോട്ടെ, അതൊന്നും നോക്കണ്ട. നമ്മള് നല്ലൊരു ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടുകൊണ്ട് അതിന് പണിയെടുക്കണം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ഞാനൊക്കെ ഇത് കിട്ടിയപ്പോ, കൺസെപ്റ്റ് കിട്ടിയപ്പോ തെക്കും വടക്കും ഒരു ഓട്ടമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, മനസ്സിലായ? അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വിത്തിട്ടപ്പോ അവിടുന്ന് ഇവിടുന്നൊക്കെ പൊട്ടി വളരാൻ തുടങ്ങി, മനസ്സിലായ? ഇനി അതിന്റെ വളർച്ച തകർക്കാൻ പറ്റില്ലായിരിക്കും. അത്ര അതിശക്തമായി കഴിഞ്ഞു അതിന്റെ വളർച്ച എന്നുള്ളതാണ്. എന്നാലും അത്രയായിട്ടുള്ള തുടങ്ങിയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിൽ ആകെ 25 ലക്ഷം 30 ലക്ഷത്തിൽ താഴെ കസ്റ്റമേഴ്സേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അവസരം ഇവിടെയുണ്ട്. ആർക്ക് വേണമെങ്കിലും വിജയിക്കാനുള്ള അവസരമുണ്ട് ഇവിടെ. ആ അവസരത്തെ ആരാണോ ഉപയോഗിക്കുന്നത് അവരാണ് വിജയിക്കുള്ളൂ. അവസരത്തെ ഉപയോഗിക്കണം നിങ്ങൾ. ചാൻസ് ഉണ്ട് ഇവിടെ, ചാൻസ് ഉണ്ട്. ആ ചാൻസിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് റെഗുലറായിട്ട് ആവർത്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് വിജയത്തിലേക്ക് എത്തുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നമ്മുടെ സുജനൻ സാർ പറഞ്ഞ കണക്ക് ഒരാൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ ഇല്ലേ അവാർഡൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഒരു സിനിമാ സ്റ്റാർ ആവണമെങ്കിൽ എത്ര നാൾ പണിയെടുക്കണം, ഇല്ലേ? അറിയപ്പെടുന്ന ഒരു സ്റ്റാറായി മാറണം, ഒരു കളിക്കാരനായി മാറണം, എത്ര നാൾ പ്രാക്ടീസ് ചെയ്യണം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അഞ്ജു ശർമ്മയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. രാജസ്ഥാൻകാരിയാണ് അഞ്ജു ശർമ്മ. ഇല്ലേ? നമ്മളെല്ലാ കുട്ടികളോടും ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് 10ാം ക്ലാസ് പരീക്ഷ. 10ാം ക്ലാസ് പരീക്ഷ ഇപ്പൊ തോറ്റാൽ തീർന്നു, പിന്നെ ഒന്നും പഠിക്കാൻ പറ്റില്ല. പറ്റില്ല, തീർന്നില്ല അവിടെ. അപ്പൊ ആ കുട്ടി 10ാം ക്ലാസ് പരീക്ഷ തോറ്റു. കെമിസ്ട്രിയിലാണ് തോറ്റത്. നമ്മളെ കേരളത്തിൽ തോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെ? കേരളത്തിൽ തോറ്റ ആൾക്കാണ് അവാർഡ്, എല്ലാവരും ജയിപ്പിക്കും. അവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. അവിടെ കൃത്യമായിട്ട് ഓരോ വിഷയത്തിലും മാർക്കിട്ട് ജയിക്കണം, അല്ലെങ്കിൽ ജയിക്കൂല. ആ കുട്ടി കെമിസ്ട്രി തോറ്റു, 10ാം ക്ലാസ് തോറ്റു. അഥവാ വീട്ടിലെ കളിയായി. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു, ഇനി നീ വല്ല ടൈലറിങ്ങിന് പോയിക്കോ, അല്ലെങ്കിൽ വേറെ കടയിൽ ജോലിക്ക് പോയിക്കോ, നിനക്ക് പഠിക്കാൻ പറ്റൂലെന്നു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ രണ്ടാമത് ഇരുത്തി പരീക്ഷ പാസ്സായി, കെമിസ്ട്രി പാസ്സായി, 10ാം ക്ലാസ് ജയിച്ചു. ആലോചിച്ച് നോക്കണം. നമുക്ക് തോൽക്കുമ്പോൾ പിന്നോട്ട് മാറാനുള്ളതല്ല ഇത്. അത് കഴിഞ്ഞ് കുട്ടി എന്ത് ചെയ്തു? +2 ചേർക്കും, അല്ലെ? +2 ചേർത്തു. +2 ചേർത്തപ്പോൾ +2 പൊട്ടി. +2 എക്കണോമിക്സിൽ പൊട്ടി, അവിടെയും പൊട്ടി. അപ്പൊ വീട്ടുകാർ വീണ്ടും കളി, നിനക്കൊരു രക്ഷയില്ല, അവിടെ മതിയാക്കിനി എന്ന് പറഞ്ഞു. അവിടെയും രണ്ടാമത് എഴുതി കുട്ടി എങ്ങനെയല്ലോ കൂടി ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എന്ത് വേണം? ഡിഗ്രിക്ക് പഠിക്കണം. അപ്പൊ കുട്ടി പരിശോധിച്ചു എന്താണ് എൻ്റെ പോരായ്മ. കുട്ടി പരിശോധിച്ചപ്പോൾ കുട്ടിയുടെ പോരായ്മ മനസ്സിലായ എന്തറിയോ? ക്ലാസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതാത് ദിവസം പഠിക്കൂല. പരീക്ഷയാകുമ്പോൾ അതിന്റെ 2 ദിവസം മുമ്പ് എല്ലാം എടുത്തു വെച്ചൊന്ന് തുറന്നു നോക്കും, ഇല്ലേ? നമ്മൾ കുട്ടികളോട് പറയുന്നത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതാത് ദിവസം നിങ്ങൾ പഠിക്കണം. അതാത് ദിവസം പഠിച്ചില്ല എന്നുള്ളതാണ് കുട്ടി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് പരീക്ഷയാകുമ്പോൾ ഇതെല്ലാം കൂടി വായിച്ചു നോക്കിയാൽ ജയിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് തോറ്റു പോകുന്നത്. കുട്ടി തിരിച്ചറിയുകയും ഡിഗ്രിക്ക് ചേർത്തപ്പോൾ കുട്ടി അതാത് ദിവസങ്ങളിലെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്തപ്പോൾ
ഡിഗ്രി റിസൾട്ട് വന്നപ്പോൾ ആ സ്കൂളിലെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി ഗോൾഡ് മെഡലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ അഞ്ജു ശർമ്മക്ക് സാധിച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇനി അതൊന്നുമല്ല കഥ. അപ്പോൾ അഞ്ജു ശർമ്മ ഗോൾഡ് മെഡലിസ്റ്റ് ആയി. കൃത്യമായിട്ട് പഠിക്കാം. അതാത് ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് ദിവസം ചെയ്യണം. ഇതാ പോയിന്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറെ കാണാൻ പോകണ, ഒരു പുതിയ കസ്റ്റമറെ കാണാൻ പോകുന്നതിന് പോവില്ല, പോയാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കൂല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, ടീമിന്റെ കൂടെ ഉണ്ടോ, ഹോം മീറ്റിംഗ് ഉണ്ടോ, വർക്ക്ഷോപ്പുകൾ ഉണ്ടോ, അതുപോലെ തന്നെ ഐഡിയ അടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ, എല്ലാം നിങ്ങൾ ഡെമോ കാണിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഗോൾഡ് മെഡലിസ്റ്റായി. അത് കഴിഞ്ഞ് ആ കുട്ടി MBAക്ക് പോയി, MBA പഠിച്ചു പാസ്സായി. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ലാവരിലുള്ളൊരു മോഹം ആ കുട്ടിയിലും ഉദിച്ചു. എന്താണ്? സിവിൽ സർവീസ് പരീക്ഷ. അങ്ങനെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വീട്ടുകാരെ, നീ 10ാം ക്ലാസ് തോറ്റ, +2 തോറ്റുള്ളൂ, നീ ഇനി സിവിൽ സർവീസ് ചെയ്താൽ പോയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നു, വേറെ പണിയൊന്നുമില്ലേ, വേറെ ജോലിക്ക് കയറാൻ നോക്കും. അപ്പൊ അവൾ പറഞ്ഞു, അല്ല, എനിക്ക് സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവണം. ആവേശമാണ് അവളുടെ. മനസ്സിലായി? അങ്ങനെ വീട്ടുകാരുടെ തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട്, അച്ഛനമ്മേന്റെ എതിർപ്പുകളെല്ലാം മാറ്റിക്കൊണ്ട് സിവിൽ സർവീസ് പരീക്ഷ എഴുതി. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ആദ്യത്തെ ചാൻസിൽ തന്നെ ടോപ്പ് റാങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ രാജസ്ഥാൻകാരിയായ അഞ്ജു ശർമ്മ ഗുജറാത്ത് കേഡറിൽ അസിസ്റ്റന്റ് കലക്ടറായിട്ട് രാജ്കോട്ടിൽ വന്ന് ജോയിൻ ചെയ്തു. ആലോചിച്ച് നോക്കണം. 10ലും +2ലും തോറ്റ ആളുകൾ അല്ലേ? 10ലും +2 തോറ്റ, ഇനി എല്ലാം തീർന്നു നിന്നിട്ട് ടൈലറിങ്ങിന് പോകാനല്ല നിന്നത്, വേറെ ജോലിക്ക് പോകാനല്ല നിന്നത്, വിജയിക്കാൻ ഒരു ലക്ഷ്യം കുറിച്ച് വെച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ പ്രവർത്തിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാകണം നിങ്ങൾക്ക്. അതിൽ നിന്നൊരു പാഠം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രാവിലെ ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിരവധി അനുഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാണ്. പരാജയപ്പെട്ട് പോയവർ തന്നെയാണ് ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്നത്. എൻ്റെ കഥ നിങ്ങൾക്കെല്ലാം അറിയാം അല്ലെ? പരാജയം ഉണ്ടാവും. അതുകൊണ്ട് അവിടെ തളർന്നു കിടക്കാതെ ആവേശത്തോടെ എഴുന്നേറ്റ് ഓടാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താനും, കൂടുതൽ ആളിലേക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചും ഇൻകം പ്ലാനിനെ കുറിച്ചും പ്ലാൻ ഷോ ചെയ്യുക. ആരൊക്കെയാണോ കൂടുതൽ പ്ലാൻ ഷോ ചെയ്യുന്നത്, ആരൊക്കെയാണോ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കുന്നത്, അവരിലേക്ക് വലിയ വിജയങ്ങൾ പെട്ടെന്ന് എത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തരുള്ള നന്ദിയും കടപ്പാടും ബഹുമാനവും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സുജനൻ സാറിന് ഒരു ബിഗ് സല്യൂട്ട് നേർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് കോടീശ്വര പദവിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത പ്രോഗ്രാം സെന്ററിൽ നാളെ എറണാകുളത്ത് പ്രോഗ്രാം ഉണ്ട്. ഓരോ നടക്കുന്ന പ്രോഗ്രാം സെന്ററിൽ പങ്കെടുക്കുക. നാളെ ഞാൻ ഓഫീസിൽ പോവാണ്. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഇനി സൂമിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, യാത്രയിലൊക്കെ ആയിരിക്കും. ഒരു 25 പേരുടെ ബാച്ചായിട്ട് ഓഫീസ് വിസിറ്റ് ചെയ്യാണ്. നാളെ പോകും ഞങ്ങൾ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് അടുത്ത പ്രോഗ്രാം നോക്കട്ടെ. അതിൻ്റെ ഇടയിൽ കയറാൻ പറ്റിയെങ്കിൽ കയറാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ തിരക്കായത് കൊണ്ടാണ് കയറാൻ പറ്റാതിരിക്കുന്നത്. എല്ലാവരും പ്രോഗ്രാമിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.